നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? സോയ ചങ്ക്സ് കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വാ. അങ്ങനെ നമ്മുടെ കറി വെക്കുന്നതിന് നമ്മുടെ സ്വന്തം ചീൻചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 2 പട്ട, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ. ഒന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണമെന്നൊന്നുമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയും തക്കാളിയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, നല്ലതുപോലെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. അതിലേക്ക് പിന്നീട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഏത് മസാല ആയാലും കുഴപ്പമില്ല. ഞാൻ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ സോയ ചങ്ക്സൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു വഴറ്റി വെച്ച സാധനം. പിന്നെ നമ്മുടെ സ്വന്തം ചട്ടി അടുപ്പത്തിട്ട് വെച്ച് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള സാധനം അതിലേക്ക് ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രേവിയാക്കി എടുക്കുക. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച സോയ ചങ്ക്സും കൂടെ ഇതിലിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി റെഡിയായി. ഏതിൻ്റെ കൂടെയും കോമ്പിനേഷനാണ്, ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.